ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ആംല മുറബയാണ്. തണുപ്പ് കാലത്ത് നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ റെസിപ്പി ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അവല മുറബ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത നെല്ലിക്കയാണ്. ഇത് നമുക്കൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അധികം സ്റ്റീം ചെയ്യേണ്ട. അധികം സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നെല്ലിക്ക കുരുവിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കണത്. വേറെ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലായാലും വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് സ്റ്റീം ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് വാല്യൂ ഒക്കെ പോവും. അപ്പോൾ ഈ സ്റ്റീം ചെയ്തിട്ട് എടുക്കാൻ മാത്രം ചെയ്യുക, അല്ലാണ്ട് ബോയിൽ ചെയ്തെടുക്കരുത് വെള്ളത്തിലിട്ടിട്ട് നെല്ലിക്ക. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. സ്റ്റീം ചെയ്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്റ്റീം ചെയ്താൽ മതി. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റീം ചെയ്തിട്ട്. നമുക്ക് നോക്കാം സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ഒരു ഫോർക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയും സോഫ്റ്റ് ആയാൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നെല്ലിക്ക നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നെല്ലിക്കയിലും ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ എല്ലാ നെല്ലിക്ക ഇവിടെ ഫോർക്ക് കൊണ്ട് ഹോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര എടുക്കാം. നമുക്ക് 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിൽ ശർക്കര എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ശർക്കര. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഉരുക്കാം ശർക്കര. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാനിൻ്റെ അടുപ്പിൽ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അത് അതിലൊഴിക്കരുത്. അത് മാറ്റിയിട്ട് കളയണം. കാരണം അത് അതിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവല മുറബ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധം ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് നമുക്കത് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വീണ്ടും വേവിക്കാം. ഒരു 20-25 മിനിറ്റ് വരെ നന്നായിട്ട് ഈ ശർക്കര പാനീയത്തിൽ കിടന്നിട്ട് നെല്ലിക്ക നന്നായിട്ട് വേവണം. തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കണം. അതായത് എല്ലാ സൈഡും നന്നായിട്ട് വേവണം. പിന്നെ ഈ വെള്ളം വരണത് പ്രത്യേകിച്ച് നമ്മൾ കളയണം. നെല്ലിക്ക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് എല്ലാ ഭാഗവും അടിയിലും മുകളിലൊക്കെ നന്നായിട്ട് ശർക്കര പാനീയത്തിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് വേവണം. അതിനെല്ലാ ശർക്കരയും എല്ലാ നെല്ലിക്കയും നന്നായിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിക്കുക. ഇതാ നെല്ലിക്കയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നന്നായി കുറച്ചൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് ശർക്കര പാനീയത്തിൽ വേവുമ്പോൾ തന്നെ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ശർക്കര പാനീയത്തിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബന്ധാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഒരു നൂല് പരുവം ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം.
എപ്പോഴും നമ്മൾ നെല്ലിക്ക പോലത്തെ ഒരു പുളിപ്പുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഗ്ലാസ് ജാറായിട്ട് തന്നെ യൂസ് ചെയ്യുക. അതായത് അലുമിനിയം പാത്രങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഒരു ഗ്ലാസ് ബൗളിലേക്ക് തന്നെ മാറ്റേണ്ടതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനിതൊരു 8 hours അടച്ച് വെച്ചിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ്. അത് നന്നായിട്ട് ഇപ്പോൾ നെല്ലിക്ക നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരു ഗുലാബ് ജാമുൻ പരുവായിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ. അപ്പോൾ ശർക്കര പാനിയം നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ കൂടും. നമ്മൾ എത്ര ദിവസം വെക്കുന്നു അത്രയും ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ നന്നായിട്ട് കൂടും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് ജാറിലേക്ക് ബോട്ടലിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 1 year വരെ ഇത് നന്നായിട്ട് കേടാവാതെ തന്നെ പുറത്ത് വയ്ക്കാം. നമുക്കത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്ലാസ് ബോട്ടലിൽ പുറത്ത് തന്നെ യൂസ് ചെയ്യാം. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.